അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ട് നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ പൊതുപരീക്ഷ 5ാം ക്ലാസ് പാസ്സായെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടിക്കൊണ്ടായെന്നറിയോ? സർട്ടിഫിക്കറ്റ് അത് ഫ്രെയിം ഇട്ട സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ പുരയിൽ 4-5 സർട്ടിഫിക്കറ്റ് ഉണ്ട്. എനിക്ക് എൻ്റെ പെങ്ങൾക്കൊക്കെ കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ ഞാൻ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം നബിദിനത്തിൽ ഈ പൊതുപരീക്ഷ 5ാം ക്ലാസ് പാസ്സായ എല്ലാ പിള്ളേർക്കും എന്ത് കയറി കിട്ടിയേ? ബക്കറ്റ്. അപ്പോൾ ഈ ബക്കറ്റ് കിട്ടി. ബക്കറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി പരിപാടിക്ക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളും കുട്ടികളെല്ലാം എന്തായി 5ാം ക്ലാസ്സിൽ പാസ്സായവരൊക്കെ ബക്കറ്റിന് ഇങ്ങനെ രാത്രി ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് കണ്ട് റോഡ് സൈഡിൽ. ഞാൻ രാത്രി ഇങ്ങനെ വീടേക്ക് പോകുമ്പോൾ അപ്പോൾ ഒരു അമുസ്ലിമായ ചങ്ങായി ചോദിച്ചു, അല്ല ഈ ബക്കറ്റ് എവിടെയെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്തേ? അല്ല കുറേ ആൾക്കാർ ഇങ്ങനെ ബക്കറ്റ് കൊണ്ടുവന്ന് കാണുന്നുണ്ട്. ഇവിടെ ഓഫറുണ്ട്, 20 ഉറുപ്പികൊന്നും കിട്ടുന്നുണ്ട്, എനിക്ക് മേടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ചങ്ങായി, അത് മദ്രസയിൽ പാസ്സായ കൊടുക്കുന്ന ഒരു പ്രൈസാണ്, അങ്ങനെയാണ്. അത് ശരി, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കാശാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബക്കറ്റ് അപ്പോൾ കാലങ്ങൾ കടന്നു പോകുമ്പോൾ കുട്ടികൾക്കുള്ള പ്രൈസിന്റെ വലിപ്പം ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ബക്കറ്റ് കിട്ടിയത് നന്നായി. ഇപ്പോൾ കുറേ വീട്ടിൽ ഒരുപാട് വർഷത്തിന് ശേഷം ബക്കറ്റ് അങ്ങനെ മണ്ണ് പിടിച്ചു പോകുന്നല്ലാതെ ബക്കറ്റ് മേടിക്കുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ ഇപ്പോൾ നല്ല പുതുപുത്തൻ ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ബക്കറ്റ് കിട്ടിയ പൊതുപരീക്ഷയിൽ പാസ്സായ എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസ.